പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇതാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർപ്പപ്പോള, അമ്മായിയമ്മയുടെ നാക്ക്, സോക്രട്ടീസിൻ്റെ വാള്, അങ്ങനെ പല പേരുകളിൽ നിന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമമെന്ന് പറഞ്ഞാൽ സാൻസേറിയ എന്നാണ്. രാത്രി സമയത്ത് ഓക്സിജൻ തരുന്നൊരു ചെടിയാണ്. പകൽ സമയത്ത് ഇതിൻ്റെ ഹോൾസ് അടഞ്ഞിരിക്കും. രാത്രി ഹോൾസ് തുറക്കുമ്പോൾ ഓക്സിജൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇതൊരു ഇൻഡോർ പ്ലാന്റായിട്ട് നമ്മുടെ വീടിനകത്തോ ബാത്റൂമിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാം. ശ്വാസം മുട്ടലുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വയ്ക്കുകയാണെങ്കിൽ നല്ല ആശ്വാസമുണ്ടാകും. നമ്മുടെ വീട്ടിനകത്ത് ഇൻഡോർ പ്ലാന്റായി വെക്കുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണിത്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കയിലെ നൈജീരിയ എന്നാണ് അറിയപ്പെടുന്നത്. എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. മറ്റ് ചെടികൾ രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് തരുന്നത്. എന്നാൽ ഈ ചെടി രാത്രിയിൽ നമുക്ക് ഓക്സിജൻ തരുന്നു. കീടങ്ങളൊന്നും ഈ ചെടിയെ ആക്രമിക്കാൻ കഴിയുകയില്ല. കാരണം ഇതിൻ്റെ കടുപ്പമുള്ള ഇലകളാണ് കീടങ്ങൾ അകന്ന് നിൽക്കുന്നത്. സ്നേക്ക് പ്ലാന്റ് നാം അലങ്കാരമായി വീട്ടിൽ തന്നെ പല വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പല നിറത്തിലുള്ള 70-ൽ പരം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പൂ വന്നിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ്. നല്ല മനോഹരമായ പൂവാണ്. പക്ഷെ പകൽ സമയത്ത് ഇത് മൊട്ടായിട്ടേ നിൽക്കുള്ളൂ. രാത്രി 12 മണി ആ സമയത്തൊക്കെയാണ് ഈ പൂതിച്ചെടി പൂക്കുന്നത് കേട്ടോ. ഭയങ്കര മണമായിരിക്കും. അതിൻ്റെ സമീപത്ത് പോയാൽ ഈ രാത്രി കാലങ്ങളിൽ പൂക്കുന്ന മണങ്ങളില്ലേ, അതിൻ്റെ അതുപോലത്തെ മണമായിരിക്കും ഈ ചെടിക്ക് ഉള്ളത്. ഭയങ്കര മണമാണ്. പകലിത് മൊട്ട് പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സമീപത്തുള്ളൊരു വീട്ടിൽ പൂത്ത ചെടിയാണ്. ഈ ചെടികൾ കഴിച്ചാൽ, ഈ ചെടിയുടെ ഇലകൾ കഴിച്ചാൽ അതിൻ്റെ ചെറിയ അളവിൽ വിഷാംശമുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടി കുട്ടികളുള്ള സ്ഥലത്ത് വെക്കരുത്, അല്ലെങ്കിൽ മൃഗങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇത് വെക്കരുത്. അത് ഇതിൻ്റെ ഇല ചവച്ച് കഴിഞ്ഞാൽ അതിന് തൊണ്ടയും വേർക്കുകയും അതിന് നാവ് വേർക്കുകയും ചെയ്യും. പിന്നെയെന്ന് പറയുന്നത് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. മാസത്തിൽ ഒരിക്കലാണ് ഈ ചെടിക്ക് നനവ് കൊടുക്കാം. മണ്ണ് ഉണങ്ങിയതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വെള്ളമായാൽ അതിൻ്റെ ഇലകൾ അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഈ ചെടി വീട്ടിൽ വളർത്താൻ പാടില്ല, കുട്ടികളെടുത്ത് ചവച്ച് തിന്ന് കളയുമെന്ന പേടിയിലൊക്കെയാണ് പറയുന്നത്. ഇത് വീട്ടിൽ വെച്ചാൽ മരണം വരെ സംഭവിക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ലൊരു അലങ്കാര ചെടി തന്നെയാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ്. അപ്പം ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട.